മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെ വർഷം 2025 മെയ് 19 തിങ്കളാഴ്ച മുതൽ 25 ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ബുധൻ മേടം രാശിയിലും, സൂര്യൻ ഇടവം രാശിയിലും, ഗുരു മിഥുനം രാശിയിലും, ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും, കേതു ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, ശനിയും ശുക്രനും മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത്. മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. മേടത്തിൽ നിൽക്കുന്ന ബുധൻ മെയ് 23 ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ചന്ദ്രൻ ഈ ആഴ്ച മകരം, കുംഭം, മീനം, മേടം എന്നീ രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ കുംഭം രാശിയിൽ രാഹുവുമൊത്ത് ഗ്രഹണദോഷം നിർമ്മിക്കുന്നതായിരിക്കും. അതുപോലെ ഇടവം രാശിയിൽ ബുധനും സൂര്യനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ആഴ്ചയുടെ ആരംഭത്തിൽ ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല. ഓഫീസിൽ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത്. ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരാകുന്നതായിരിക്കും. സുഹൃത്ത് വലയം വലുതാകുന്നതുമായിരിക്കും. ഇമേജും മറ്റും വർദ്ധിക്കുന്നതുമായിരിക്കും. ഏത് കാര്യവും ചെയ്യുന്നതിന് മുൻപ് നല്ല പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. കൺഫ്യൂഷൻ്റെ സ്ഥിതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല. ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല. അപരിചിതരുമായി അല്പം ദൂരം പാലിക്കുന്നത് നല്ലതായിരിക്കും. വീക്കെൻഡിൽ ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നത് ശുഭകരമായിരിക്കും. വീട്ടിലെ മുതിർന്നവരുടെ ഗൈഡൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ശുഭകരമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ഭാഗ്യസ്ഥിതികളിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് അപൂർണമായി കിടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കണം. വലിയ റിസ്ക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ശുഭകരം. പെൻഡിങ്ങായി കിടക്കുന്ന വർക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം വേണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ. ഓഫീസിൽ നിങ്ങൾക്ക് പ്രതികൂലമായി ഗൂഢാലോചനകൾ നടക്കുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ശാന്തതയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്നത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ സമയത്ത് ജോലിസ്ഥലത്ത് നല്ല ഡെഡിക്കേഷനോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. നിങ്ങൾ ചെയ്യുന്ന പരിശ്രമം അനുസരിച്ച് ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും. വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും. അതിനാൽ വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ചിലവുകൾ കഴിയുന്നതും കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്.
ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും. ഇൻലോസിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. അവരിൽ നിന്നും ശുഭവാർത്തകളും ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ധൃതി പിടിച്ച് നിക്ഷേപങ്ങൾ ചെയ്യുവാൻ പാടില്ല. നന്നായി ആലോചിച്ച് എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. കഴിയുന്നതും ഈ സമയത്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഫലപ്രദമായിരിക്കും. നേരത്തെ ചെയ്ത തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ്. ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് അലസത വെടിഞ്ഞ് ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് കരിയറിൽ നല്ല ഗ്രോത്ത് വരുവാൻ ഇടയാക്കുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് പെൻഡിങ് വർക്കുകൾ കൂടുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുമൊത്ത് വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുവാനും സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി പുണർതം 4-ാം പാദം, പൂയം, ആയില്യം അടങ്ങുന്ന കർക്കടകക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. പ്ലാനിങ്ങോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ്. വിഘ്നങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും സക്രിയരാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അധികം കൊട്ടിഘോഷിക്കാതെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും ഷെയർ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ചിലരത് മിസ്യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട്. ആദ്യം പെൻഡിങ്ങായി കിടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുവാൻ ശ്രമിക്കണം. എന്നിട്ട് വേണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ. വീക്കെൻഡ് നല്ലതായിരിക്കും. പിതാവിൻ്റെ മേൽനോട്ടത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചെയ്തു തീർക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി മകം, പൂരം, ഉത്രം 1-ാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരും. യാത്രയിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ, പൈസ എന്നിവ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടിയും ഉണ്ടായിരിക്കണം. ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല. അതുപോലെ ആരുടെ പക്കൽ നിന്നും കടമെടുക്കുവാനും പാടില്ല. നല്ല പ്ലാനിങ്ങോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത്. ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ആരംഭിക്കുന്നതിന് മുൻപ് പാർട്ട്ണറെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നത് ഉചിതമായിരിക്കും. ഓൾറെഡി പാർട്ട്ണർഷിപ്പിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം മേൽനോട്ടത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. വീക്കെൻഡിൽ ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 1 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും. നല്ല പ്ലാനിങ്ങോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത്. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യുവാൻ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം. എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി പൂർണ്ണമാക്കുവാൻ ശ്രമിക്കണം. വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടിയുണ്ടായിരിക്കണം. ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ബിസിനസ്സിൽ പല പരിവർത്തനങ്ങളും ചെയ്യുന്നതും അത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് യാത്രകൾ ചെയ്യേണ്ടി വരും. യാത്രയിൽ വാഹനം, മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം.
ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇതാണ് മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ. തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ 2ാം പാർട്ടിൽ ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.